അപ്പോൾ രമ്യ രവീന്ദ്രന് ഭർത്താവും കൂടി വിഷമിച്ച് അവർ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്. കയറാനും പറ്റാത്ത കണ്ടീഷനാണ്. ഒരോടുമില്ല പരോടുമില്ല നിൽക്കുകയാണ്. അപ്പോൾ ആ രമ്യ ലൈറ്റേക്കാരൻ്റെ പേര് കസിട്ടിട്ട് പറഞ്ഞ് വീടില്ല അമ്മയെന്ന് പറയും. അത്രേ ഉള്ളൂ. വീടില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഫോൺ ഓഫ് ചെയ്യണമെമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഉടനെ രമ്യ പറയും ഇത് ഏത് ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കണം, വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യമാണ്, മെസ്സേജല്ല പരസ്യം. ആ പരസ്യം കണ്ടാണ് വീട് കൊടുക്കാനുണ്ടെന്ന് പരസ്യം. ആ സെക്കൻഡാണ് ഫോൺ ഓഫ് ചെയ്യണമെങ്കിൽ തന്നെ പരസ്യം വന്ന് വീട് കൊടുക്കാനുണ്ടെന്ന്. രമ്യ അത് ഗവനിച്ചില്ല. എന്താ കാര്യം? ശനിയാഴ്ചയാണ്. ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പം ഞായറാഴ്ച എന്ന് വെച്ചാൽ അവരുടെ ഓഫീസുകൾ ശനിയും ഞായറും ഓഫാണ്. അപ്പോൾ ഒരു ഓഫീസിൽ ഒരു പൂച്ചക്കളി ഉണ്ടാകത്തില്ല. അപ്പം പിന്നെ ഇപ്പം അപ്പോൾ ഭർത്താവ് പറഞ്ഞ് വിളിക്കടി എന്ന് പറഞ്ഞ് അപ്പം ഭർത്താവിന് അറിയത്തില്ലല്ല, ഇംഗ്ലണ്ടിലെ കാര്യം അറിയത്തില്ലല്ല. പുള്ളി ഈ ജസ്റ്റ് ഇടയ്ക്ക് ചെന്നതല്ലേ ഉള്ളു. പറഞ്ഞ് ആരും എടുക്കത്തില്ല. എടുക്കാത്തതിൻ്റെ കാരണം ഈ ശനി ഞായർ ഓഫാണ്. ഒരു സെർവൻസും ഉണ്ടാകത്തില്ല അവിടെ. അവിടുത്തെ ജോലിക്കാരും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ രവീന്ദ്രൻ പറയുവേ, രവീന്ദ്രൻ പക്ഷെ വിശ്വാസിയല്ലായിരുന്നു. രമ്യ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അത് കേട്ടാണ് രവീന്ദ്രൻ വിശ്വാസിയായത്. രവീന്ദ്രൻ പറഞ്ഞു, എടി നീ ഇപ്പം ലൈറ്റേക്കാൻ്റെ പേരക്കസ് ഇട്ടപ്പോഴല്ലേ വീടിൻ്റെ പരസ്യം വന്നത്, അതപ്പോൾ അത് മാതാവല്ല പിന്നെ ആരാണെന്ന് ചോദിച്ചു. അതാണ് രസം. ഉടനെ അത് രവീന്ദ്രനെ പെട്ടെന്ന് ഓടിത്തിരിഞ്ഞേ. കാര്യം മറ്റവർക്ക് നിയമങ്ങളാണല്ലോ ഇരിക്കുന്നത്, അവർക്ക് അവിടുത്തെ നിയമം എന്താണെന്ന് അറിയാം. രവീന്ദ്രനെ ഈ നിയമത്തിൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന, മെരിറ്റല്ലാതെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് നീ എടുക്കെന്ന് പറഞ്ഞ് എടുത്തിട്ട് തിരിച്ച് ഈ നമ്പറിലേക്ക് അവർ തിരിച്ച് രാത്രി വിളിക്കുമ്പോഴുണ്ട് ഒരു ലേഡിയാണ് വളരെ മധുരമായ സമയത്ത് ഇവരോട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ വീടല്ലേ, നിങ്ങളുടെ പേര് പറഞ്ഞ് രമ്യ രവീന്ദ്രൻ തങ്കമണി. ഉടനെ അവരും പറയും രമ്യ രവീന്ദ്രൻ തങ്കമണി. അത് അവരും പറയും അതുപോലെ തന്നെ വളരെ സൗമ്യതയോടെ. ഇങ്ങനെ സൗമ്യതയോടെ ആരും സംസാരിക്കണം കേട്ടിട്ടില്ല. ശരി, നിങ്ങൾക്ക് നാളെ 10 മണിക്ക് ഇവിടുന്ന് ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 10 മണിക്ക് ഇവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഓക്കെ താങ്ക് യു പറഞ്ഞ് അവസാനിച്ച് അവർ പോകുന്നു, ഹോസ്റ്റലിലോട്ട് പോകുന്നു. 10 മണി വരെ കാത്തിരുന്നിട്ട് ആരും വിളിക്കണില്ല. അപ്പോഴേ ഇവർ തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് ഇന്നലെ രാത്രി ഞാൻ 10 മണിക്ക് വിളിച്ചായിരുന്നു, അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീടിൻ്റെ ഒരു ആവശ്യമാണ്, 10 മണിക്ക് വിളിക്കാൻ പറഞ്ഞു, ഇപ്പോൾ മണി 11 നിങ്ങളാരും എന്നെ വിളിച്ചില്ല. അപ്പോൾ അവർ പറയണേ ഞങ്ങളുടെ ഓഫീസിൽ ലേഡി സ്റ്റാഫ് ഇല്ലെന്ന്. അതാണ് മനസ്സിലായില്ലേ ആളാരാണെന്ന്? മനസ്സിലായില്ലേ? രമ്യ പറയും അത് മാതാവാണ് എടുത്തതെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ലൈറ്റക്കാൻ്റെ പെരക്വസ്റ്റ് ഇട്ടിരിക്കണതാണ്. നമ്മളെ ലൈറ്റക്കാൻ്റെ പെരക്വസ്റ്റ് ഈ ഇംഗ്ലണ്ടിലെ ഞായറാഴ്ച രാത്രി ആ ഓഫീസിൽ സെർവൻ്റ് ഇല്ല. ആ ഓഫീസ് തന്നെ പറയുകയാണ് ഇവിടെ സെർവൻ്റ് ഇല്ല ഞങ്ങൾക്ക്. അത് തന്നെയല്ല ഞങ്ങളുടെ സ്റ്റാഫിൽ സ്റ്റാഫില്ല, ലേഡീസ് ആരും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒക്കെ മനസ്സിലായി അമ്മയാണ് ഈ ഉടമ്പടി ഇത് എടുത്തിരിക്കണമെന്ന്. അമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. ഞാൻ എപ്പോഴും ഇവിടെ നിൽക്കുകയെ ആൾക്കാരെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ ഈ ആൾക്കാരുടെ സാക്ഷ്യം പറയുമ്പോൾ മുഴുവനും പ്രസൻസിൻ്റെ സാക്ഷിയാണ് വരണത്. പ്രസൻസ് ഭയങ്കരമാണ്. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, മാതാവ് നേരിട്ട് ചെന്ന് നടത്തിയ കാര്യങ്ങൾ എല്ലാം ബൈ പേഴ്സൺ ഇൻവോൾവ് ആണ് എല്ലാത്തിലും. അത് നമ്മൾ ഒരു പ്രാർത്ഥനാരൂപത്തിലും കാണാത്ത ഒരു പ്രതിഭാസമാണ്. എല്ലാ വിഷയത്തിലും അമ്മ ബൈ പേഴ്സൺ. നിങ്ങൾ വൃത്തിമനെ ഉള്ളവരാണ്, സത്യസന്ധമായിട്ടാണ് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ പ്രസൻസായിട്ട് കൂടെ ഉണ്ടാവും. അത് ഏത് ഗോകർണത്താണെന്ന് പറഞ്ഞാലും അമേരിക്കയിലാണെന്ന് പറഞ്ഞാലും അമ്മ ഉണ്ടാവൂടാ. എന്നിട്ട് അത് നമുക്ക് വേണ്ടി ചെയ്ത് മാറ്റണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഉടനെ ഇത് കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർ പേര് രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ വ്യൂസ്,
നിങ്ങളുടെ വ്യൂ, നിങ്ങൾ അതായത് അവിടെ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഏജൻസിനെ നമ്മൾ ആ ഓഫീസിലേക്ക് അറിയിക്കണ കഴിയുമ്പോൾ അവർ നമ്മുടെ വ്യൂ നമ്പർ തരും. എന്ന് വെച്ചാൽ 46-ാം നമ്പറാണ് നിങ്ങളുടെ എന്ന് പറയും. 46-ാം നമ്പറാണ് നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന വീട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് വാങ്ങിക്കാൻ വേണ്ടി 46 പേര് ക്യൂവിലുണ്ട്. 46 പേര് ക്യൂവിലുണ്ട്. അവർ വന്ന് 45 പേരും വന്ന് കണ്ടിട്ട് അവർക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ലാൻഡ് ലോഡിന് ഈ വീടിൻ്റെ ഉടമസ്ഥനും കൂടി ഇഷ്ടപ്പെടണം. നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ഉടമസ്ഥനും കൂടി ഇഷ്ടപ്പെടണം നിങ്ങൾ. അങ്ങനെ ഇട്ടാൽ ആ നമ്പർ 46-ആണ്. അപ്പം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അതൊരു ലീഗൽ പ്രൊസീജിയറാണെന്ന് അവർ പറയും. ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ രമ്യയ്ക്ക് കാര്യം മനസ്സിലാവും. എന്താണ് ലീഗൽ പ്രൊസീജിയറിൽ വരുമ്പോൾ ഭർത്താവ് പണി മേടിക്കും. കാര്യം എന്താണ്? അയാൾക്ക് ജോലിയില്ല, ശമ്പളമില്ല, തള്ളിപ്പോയി സാധനം തള്ളിപ്പോയ പോലെയായി. അപ്പോൾ ഉടനെ രമ്യ നോക്കുമ്പോൾ മാതാവ് ഈ ലാൻഡ് ലോഡിന് നമ്പർ കാണിച്ചു കൊടുക്കും ഈ കമ്പനിയുടെ താഴെ. അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എന്നുവെച്ചാൽ ശുഭമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു പ്രോജക്റ്റിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ മെരിറ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഏജൻസി മറച്ചു വെക്കും. നമുക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ സ്ഥലക്കാരോട് നമ്മൾ നേരിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ ഏജൻസി പറയും അത് മനസ്സിരിക്കട്ടെ എന്ന് പറയും. എന്താ കാര്യം? അവർ സ്ഥലം കാണിച്ചു കൊടുത്ത് ആൾക്കാരെ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ നേരിട്ട് ഇവർ കമ്മീഷൻ പോകും ഇല്ലേ? അത് കാരണമാണ് അങ്ങനെ പ്രശ്നം. അതുകൊണ്ട് ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഇത് ഏജൻസി വെക്കത്തില്ല. പക്ഷേ ഇപ്പം എന്താണ്, രമ്യ നോക്കുമ്പോൾ താഴെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പർ കിടക്കണ. അതിനാണ് ശുഭമാക്കുക എന്ന് പറയണത്. ദൈവം ഒരു ഇടപെട്ട് ന്യായമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾക്ക് ദൈവം അഡീഷണൽ ഗ്രേസ് തരും. അഡീഷണൽ ഗ്രേസിനാണ്. അത് നമുക്ക് നോട്ട് ബൈ മെറിറ്റാണ്. പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്യണത് ബഡ് ബൈ ഗ്രേസിലാണ്. ഈ ബഡ് ബൈ ഗ്രേസിൽ അതിൻ്റെ പ്രൊവിഷനുണ്ട്. എന്താണ്? ലാൻഡ് ലോഡ് നമ്പർ ഒക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ദൈവം നേരിട്ട് അത് റെൻറ്റിൽ ഇടപെടുമ്പോഴാണ് ഇങ്ങനെയുള്ള മിറക്കിൾ സംഭവിക്കുന്നത്. അപ്പോൾ ഉടനെ ലാൻഡ് ലോഡിനെ നേരിട്ട് വിളിക്കും. അതായത് വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിക്കും. ഇപ്പം ഞാൻ ലാൻഡ് ലോഡെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, ചേച്ചീനെ കാണാൻ പോയെന്ന് പറഞ്ഞു. ചേച്ചിയെ കാണാൻ പോയെന്ന് പറഞ്ഞാൽ അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു, അച്ഛൻ്റെ വാക്കിൽ കുറേ ഇംഗ്ലീഷൊക്കെ വരുന്നുണ്ട്, അത് ശരിയാകണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അറിയാതെ തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മറന്നുപോയി എന്താ പറയണത്. ഞാൻ ലാൻഡ് ലോഡെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലാൻഡ് ലോഡെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഉടനെ അതിൻ്റെ മലയാളം പറയും. അപ്പോൾ അതൊന്ന് പറഞ്ഞു ഇവിടെ ഒരു പ്രായമുള്ളവരല്ലേ ശ്രദ്ധിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അതാണ് അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. എന്താണ്? ലാൻഡ് ലോഡ് പോരെ. ആർക്കും മനസ്സിലാകാനാണ്, എല്ലാവർക്കും മനസ്സിലാകത്തില്ല, ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ വീട്ടുടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിച്ചപ്പോൾ രമ്യയ്ക്ക് ഒരു ബുദ്ധി തോന്നി. പറഞ്ഞു, സാറേ ഞാനും ഭർത്താവുമുണ്ട്, ഭർത്താവിന് ജോലിയില്ല, ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇപ്പം ഇറങ്ങണം, ഞങ്ങൾ പെരുവഴിയിലാണ്, ആര് തരുന്നതിനേക്കാൾ 50 പൗണ്ട് ഞാൻ തരാം. 50 പൗണ്ട് വരും. ലീഗലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ഞങ്ങൾക്ക് പക്ഷേ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പെരുവഴിയിലാകും. ഇവൾ ഉള്ളതുപോലെ തുറന്ന് പറഞ്ഞു. എന്താണ്? മാതാവ് കൂടെ നിൽക്കുന്നു എന്നുള്ള ഉറപ്പാണ്. ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണതുകൊണ്ട് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു. ഉടനെ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞേ അത് കുഴപ്പമില്ല, നിങ്ങൾ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനിയിപ്പം ഞാൻ വേറെ ആരെയും കാണിക്കണില്ല വീട്, നിങ്ങൾക്ക് തന്നെ വീട് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ രൊക്കം കാശും എടുത്ത് വീടെഴുതി കൊടുത്തപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് രസം. കാരണം വീടെന്ന് പറയുമ്പോൾ സാധാരണ വീട് കിട്ടിയാലേ ആ വീട് മാത്രമേ കിട്ടുള്ളൂ നമുക്ക്. പൈപ്പ് കണക്ഷനും കറണ്ട് കണക്ഷനും ഹീറ്റിങ്ങും അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം കൂടി കിട്ടണത്. ബാക്കി വീട്ടുടമസ്ഥ അത് മേശ, കസേര, കിച്ചൻ്റെ കാര്യങ്ങൾ, അതുപോലെയുള്ള ഗ്യാസ്, അതുപോലെ എന്താണ് ഉപയോഗിക്കുന്നത് അങ്ങനെയെല്ലാം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ, കിച്ചണിൽ ഉപയോഗിക്കുന്ന പാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വില കൊടുത്ത് വാങ്ങണം.
അങ്ങനെയാണ് സാധാരണ ചെയ്യണത്. പക്ഷേ രമ്യ മാതാവ് കൊടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം പോലും വില കൊടുത്ത് മേടിക്കണ്ട. എല്ലാ മുറിയിലും ആവശ്യത്തിന് കട്ടിൽ, ആവശ്യത്തിന് കസേര, ആവശ്യത്തിന് ചട്ടി, പാത്രം എല്ലാം, ഒരു വീടിന് എന്തെല്ലാം വേണം അതെല്ലാമാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ. ദൈവം ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ യാത്രയെ അവിടുന്ന് ശുഭമാക്കി എന്ന് വെച്ചാൽ ദൈവം സ്വയം ഏറ്റെടുക്കുകയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം. മത്തായിയുടെ സുവിശേഷം 7:11 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. മത്തായി 7:11 മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പൊ നിങ്ങൾ ഉടമ്പടിയിൽ പിശുക്ക് കാണിക്കരുത്. നിങ്ങൾ ചവിട്ടി പിടിക്കണകൊണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പം വേണ്ടത്. എങ്ങനെ, അതായത് ഒരു പത്രം, ആ തന്നിരിക്കുന്ന പത്രം എങ്ങനെ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ചവിട്ടി പിടിക്കണം, ശുഭമാക്കത്തില്ല. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആ പത്രം ഒരെണ്ണമാണ് കൊടുക്കണമെങ്കിലും അവൻ കൃപാസനത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ഒരു പത്രമാണ് നിങ്ങൾ കൊടുക്കണത്, പക്ഷെ അത് ആ കൊടുക്കുന്ന ആൾ കൃപാസനത്തിൽ വരണമെന്ന് നിങ്ങൾ അവൻ വന്നാലും വന്നില്ല, അത് അവൻ്റെ കാര്യം, എനിക്കതല്ല, ഞാൻ കൂടെ ആളെ കൊടുത്ത്, ഇങ്ങനെ വല്ല കാര്യമുണ്ട്? ഇത് ശുഭമാക്കണമല്ല. അവൻ വന്നാലും വന്നില്ല, എനിക്ക് പ്രശ്നമൊന്നും, ഞാൻ കൊടുക്ക ആളെ കൊടുത്തൊന്ന്. ഇങ്ങനെ പോയാൽ ശുഭമാക്കത്തില്ല, അശുഭമാകാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് കൊടുക്കുമ്പോൾ തന്നെ ചിന്തിക്കണം, കർത്താവേ. ചിലർ അവിടെ നിന്നുകൊണ്ട് ആ വെയിലത്ത് നിന്നുകൊണ്ട് പിടിച്ചെടുത്ത അനുഭവങ്ങൾ പറയും. എൻ്റെ ചേച്ചി, അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല, ഞാൻ തന്നെയാണ് എൻ്റെ സാക്ഷി. ഞാൻ ഇങ്ങനെ അവസ്ഥത്തിലായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് തരുന്നതിൻ്റെ കാരണം ദൈവം ഇടപെട്ടാണ്. അമ്മ ജീവിക്കുന്ന സാക്ഷ്യമാണ് അവിടെ നടക്കുന്നത്. അമ്മ കാണേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഒരു പത്രം കൊടുത്താൽ അത് വെച്ചുകൊണ്ട് അവർ 9 പേരെ പിടിക്കും. അതാണ് ശുഭമാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നല്ലൊരു ഉടമ്പടി തൈലമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണില്ലേ? എന്തിനാണ് കൊണ്ടുപോകണത്? എവിടെയെങ്കിലും ഒരു നിലവിളി കേട്ടെന്ന് പറയുമ്പോൾ ഉടമ്പടി തൈലം കൊണ്ട് 4 കാലം കൊണ്ട് ഓടുകയാണ്. എന്താ ചെയ്യാണ്? അവർ ഇപ്പം ശരിയാവും, അമ്മ ഇടപെട്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ആശുപത്രി എത്തിയാൽ പോരെ. ഉടനെ അവിടെ നിന്നിട്ട് ആ രോഗിക്ക് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തൈലം പൂശിക്കൊടുക്കും. ആരാണ് ഉടമ്പടി എടുത്ത്? അവർക്ക് നല്ല ഉറപ്പുണ്ട്. അവരാ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞാൽ ദൈവം കേൾക്കും, അവർക്ക് ദൈവത്തിന് വേണ്ടി അവർ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ഉറപ്പുണ്ട്. ഇതൊന്ന് ലോകത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു വലയാണിത്. കർത്താവ് പറഞ്ഞ ദൈവരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളും പിടിക്കാൻ വേണ്ടി ഈ കടലിലെറിഞ്ഞ വലയാണെന്ന്. അതാണ് സംശയം. എന്താ കാര്യം? ദൈവത്തിന് എല്ലാ ആത്മാക്കളെയും വേണ്ടി നിങ്ങളുടെ എല്ലാ സങ്കടകാലങ്ങളിലും നിങ്ങൾ ഏത് ജാതി, ഏത് തരക്കാരനായാലും ഇനി മുതൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരം ദൈവം തന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീര് ഒപ്പാൻ വേണ്ടി ദൈവത്തിന്റെ സംവിധാനം ഉടമ്പടി കൈയടിക്കട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി, സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ലക്ഷം പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കൈകൾ
രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറി മാറി വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പം ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും രോഗസൗഖ്യ പ്രാർത്ഥന. രോഗം മുഴുവൻ എത്രയോ മനുഷ്യരിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും സൗഖ്യവും അടയാളം കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഒരു ദിവസം 2-3 സാക്ഷ്യങ്ങൾ ഞാൻ കേട്ട് ഈ സമയത്തുള്ള പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഏകാഗ്രതയോടെയും വളരെ ചൈതന്യത്തോടുകൂടി വേണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, നല്ല വിശ്വാസത്തോടെ കൂടെ. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയത്തോടെയും ഭക്തിയോടെയും വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും സന്തോഷത്തോടെയും പ്രത്യാശയോടെയും രോഗാതുരമായ സ്ഥലങ്ങളുടെ കൈകൾ മാറ്റി കർത്താവിൻ്റെ നാമത്തിൽ വെക്കണം. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അച്ഛനല്ല സുഖപ്പെടുത്തുന്നത്, മാതാവിൻ്റെ മധ്യസ്ഥ ഈശോ ചെയ്യുന്നതിന് നമ്മൾ ഒരു നിമിത്തവും നിയോഗവുമാകുകയാണ്. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. സ്തുതികടെ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന അങ്ങയുടെ മക്കളെ സ്പർശികളെ പ്രാർത്ഥിക്കുന്ന അടിപ്പഴ പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിലേക്ക്, ശരീരത്തിലേക്ക്, കരളിലേക്ക് കർത്താവേ എല്ലാ ആന്തരിക അവയവങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ, അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ. കോശങ്ങള്, പെശികള്, സിസ്റ്റുകള്, മുഴകള്, ക്യാൻസർ രോഗങ്ങള് കർത്താവിൻ്റെ ശബ്ദത്താൽ, കർത്താവിൻ്റെ സാമീപ്യത്താൽ, കർത്താവിൻ്റെ സ്പർശത്താൽ, മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവിതങ്ങൾ, സ്പണ്ടിലോസ് അസുഖങ്ങള്, പ്രോസ്റ്റേറ്റ് അസുഖങ്ങള്, സ്പണ്ടിലോസ് അസുഖങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, ഫിക്സ് രോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ ഫിക്സ് രോഗങ്ങള്, അപസ്മാ രോഗങ്ങള്, സ്പണ്ടിലോസ് അസുഖങ്ങള്, കരൾ രോഗങ്ങള്, നടുവിലിൻ്റെ വേദനകള്, സ്പൈനക്കോഡിൻ്റെ രോഗങ്ങള്, യേശുവിന് കാഴ്ചയില്ലാത്ത അവസ്ഥകള്, മുക്കിൽ ദിശ വളരുന്ന അവസ്ഥകള് കർത്താവിൻ്റെ നാമത്തിൽ, തൊണ്ടയുടെ അസുഖങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്,
തൈറോയ്ഡ് രോഗങ്ങൾ, ശ്വാസകോശത്തിൻ്റെ രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വലിയ രോഗങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വാതരോഗങ്ങള്, കലരോഗങ്ങള്, ഹൃദയരോഗങ്ങള് യേശുവിന്റെ നാമത്തില് ഗർഭാശയ രോഗങ്ങള്, ഉദരാശയ രോഗങ്ങള്, ആമാശയ രോഗങ്ങള്, പെൺകുടന്ന രോഗങ്ങള്, രോഗങ്ങള്, പീഹാട് രോഗങ്ങള്, പങ്ക്രാസ് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ, അണ്ഡാശയ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ക്ഷയരോഗങ്ങള്, ഉറക്കമില്ലാത്ത അവസ്ഥകള്, ഷുഗർ രോഗങ്ങള്, പ്രഷർ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ തീർന്നു പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, 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 മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, ദൈവം നേരിട്ട് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. അമ്മ മാതാവിന്റെ ജീവനുള്ള ആൾക്കാരെ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ലക്ഷ്യങ്ങളെ ആശീർവദിച്ച് സൗഖ്യപ്പെടുത്തിയിട്ടുള്ള വലിയ ദൈവികമായ സങ്കേതത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ആശ്രയിക്കുന്നത്. നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാലും ഓർക്കുക, ദൈവം നിങ്ങളുടെ കൂടെ അവിടെയുണ്ട്. ഈ ആരാധന ശക്തിയാൽ നിങ്ങളെ സ്പർശിച്ച സമയമാണ്. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, വിസ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, വിസ അതുപോലെ തന്നെ കിട്ടാത്തവർക്ക് വേണ്ടി, പുതുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഓഫർ ലെറ്റർ വന്ന പക്ഷെ മറ്റ് പ്രൊസീജിയറൊന്നും നടന്നിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ നാട്ടിൽ പരീക്ഷ എഴുതുന്ന മക്കള്, നാട്ടിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ വിഷയങ്ങൾ, തോക്കുമെന്ന് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ ജപ്തി നടപടി നേരിടുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ജീവിത മാർഗമില്ലാത്തവരെ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, 10 പൈസയുടെ വരുമാനമില്ലാതെ വേദനിക്കാൻ, വിഷമിക്കുക, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ സങ്കടപ്പെടുന്നവർ, കുടുംബ സമാധാനം ഇല്ലാത്തവർ, മദ്യപാനവും ലഹരി മദ്യത്തിന് അടിക്കപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട വ്യക്തികൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നവർ, നാട്ടിലെ ഭീഷണി, ഗുണ്ടകളുടെ ഭീഷണി, പലതരത്തിലുള്ള ആശ്വാസം അനുഭവിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, അതുപോലെ തന്നെ യൂണിയൻകാരുടെ പ്രോബ്ലംസ്, പലതരത്തിലുള്ള യൂണിയൻ പ്രോബ്ലംസ് അനുഭവപ്പെടുന്നവർ, പലതരത്തിലുള്ള ഓഫീസർമാർ, ജോലിക്കാർ, ജീവനക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ, സർവീസ് പ്രോബ്ലംസ്, ഇങ്ങനെ ഓരോ വിഷയത്തിനും ഒരു ദൈവികമായ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൈ സുരക്ഷിതമാക്കാനും പരിശുദ്ധമ്മ നിന്റെ മാധ്യസ്ഥ നിനക്ക് എന്തിനു വേണം നീ ഉടമ്പടി വെച്ചിരിക്കുന്ന ആ നിയോഗങ്ങളെക്കുറിച്ച് നീ ഇപ്പൊ ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുക. ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ, യേശുവിന്റെ ശ്രദ്ധ കൊടുക്കട്ടെ, ശ്രുതിക്കട്ടെ. അസ്വസ്ഥങ്ങളും എല്ലാ ജീവിത തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ വീണ്ടും വീണ്ടും ആരിലും ശ്രേഷ്ഠമോ, ആരിലും ശക്തമോ, ആരിലും ശ്രേഷ്ഠമോ, ആരിലും ശക്തമോ, ആഴത്തിലെന്നോടും നിലവിടണേ.
അവിടെ നിൽക്കുക. മൗനമായി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ചിലർ നിസ്സാര കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് ചാഞ്ചലപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവരുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട് സ്തുതിക്കട്ടെ. അവർക്ക് കർത്താവ് ആത്മധൈര്യം തരുന്ന സമയമാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഉടമ്പടി നിബന്ധനകൾ സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ മരിയൻ സമർപ്പണ ചൈതന്യം ഉൾക്കൊണ്ട് ചെയ്യുന്നതിലൂടെ ഈശോയെ കൃപ സമ്പാദിക്കുവാനും കർത്താവ് ഞങ്ങളോട് കൂടെ വന്ന് എല്ലാ കാര്യങ്ങളും ശുഭമാക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. Ave Maria.